30 ഇന്ധന കപ്പലുകൾ. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ആഗോളതലത്തിൽ കടുത്ത ആശങ്ക ഉയർത്തിയിരുന്ന ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത തടസ്സം നീങ്ങുന്നു എന്നതിന്റെ സൂചനയിൽ ഇതിനെ കണക്കാക്കാമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല, ഇന്ത്യക്കുള്ള സ്വാധീനത്തെയും എടുത്തു പറയുന്നുണ്ട്. LPG, പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ എന്നിവയുമായി ഇന്ത്യയിലേക്ക് വരികയായിരുന്ന 30 ചരക്ക് കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി പിന്നിട്ടതായി ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക ഇറാൻ ധാരണാപത്രം യാഥാർത്ഥ്യമായതോടെയാണ് ഈ അന്താരാഷ്ട്ര ജലപാത വഴിയുള്ള ചരക്കു നീക്കം വീണ്ടും സജീവമായത്. സുരക്ഷിതമായി കടന്നുപോയ 30 കപ്പലുകളിൽ 17 എണ്ണം വിദേശ രജിസ്ട്രേഷനിലുള്ളവയാണ്. ഇന്ത്യയിലേക്കുള്ള ഇന്ധന കപ്പലുകളുടെ യാത്ര കേന്ദ്ര മന്ത്രാലയങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് നിലവിൽ നിരീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിലേക്ക് എത്തുന്ന ഈ 30 കപ്പലുകളിൽ പകുതിയിലധികവും ദ്രവീകൃത പെട്രോളിയം, ഗ്യാസ്, ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവ വഹിക്കുന്നവയാണ്. ഇവ കൂടാതെ 8 ബൾക്ക് കാർഗോ കപ്പലുകളും 7 ക്രൂഡ് ഓയിൽ ടാങ്കറുകളും സുരക്ഷിതമായി അതിർത്തി കടന്നിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 1 മുതൽ ജൂൺ 17 വരെയുള്ള മാസങ്ങളിൽ കേവലം 19 കപ്പലുകൾ മാത്രമാണ് ഇതുവഴി കടന്നു പോയിരുന്നത്. എന്നാൽ അമേരിക്കയും ഇറാനും തമ്മിൽ പുതിയ കരാറിൽ ഒപ്പുവെച്ചതിനു ശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 11 കപ്പലുകൾ കൂടി സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു എന്നത് വലിയ പുരോഗതിയായി വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യൻ വിദേശ രജിസ്ട്രേഷനുകളിലുള്ള 26 കപ്പലുകൾ കൂടി ഹോർമുസ് കടലിടുക്കിന് പടിഞ്ഞാറ് ഭാഗത്തായി പേർഷ്യൻ ഉൾക്കടലിൽ ഇന്ത്യയിലേക്ക് തിരിക്കാൻ അനുമതി കാത്തുകിടക്കുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ഇന്ധനവും ബാക്കി 10 വളവും മറ്റ് അത്യാവശ്യ ചരക്കുകളുമാണ് വഹിക്കുന്നത്. ലോകത്തെ മൊത്തം ഊർജ്ജ വിതരണത്തിന്റെ 5-1 കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ പാതയാണ് ഹോർമുസ് കടലിടുക്ക്. ഇന്ത്യയുടെ LPG, LNG ഇറക്കുമതിയുടെ പ്രധാന കേന്ദ്രം ഗൾഫ് മേഖലയായതിനാൽ ഈ ജലപാതയിലെ തടസ്സമില്ലാത്ത ഗതാഗതം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമേനിയുടെ അന്തിമ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസുഷ്കിയൻ ഔദ്യോഗികമായി ക്ഷണിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. മേഖലയിലെ സംഘർഷങ്ങൾ കാരണം നേരത്തെ മാറ്റിവെച്ചിരുന്ന സംസ്കാര ചടങ്ങുകൾ ജൂലൈയിൽ നടക്കും. ജൂലൈ 4-ന് ഇറാനിലെ ഗ്രാൻഡ് മൊസല്ല സമുദ്രത്തിൽ പൊതുദർശനത്തോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾ വിവിധ നഗരങ്ങളിലെ ഘോഷയാത്രകൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം ജൂലൈ 9-ന് മഷാദിലെ ഇമാം റസ ദേവാലയത്തിൽ സമാപിക്കും. ഇറാനുമായി ദീർഘകാലമായി നിലനിൽക്കുന്ന ചരിത്രപരവും നാഗരികവുമായ ബന്ധം ഇന്ത്യ വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ഫെബ്രുവരിയിൽ ഖമേനിയുടെ വിയോഗത്തെ തുടർന്ന് ഇന്ത്യ ഔദ്യോഗികമായി അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മേഖലയിലുണ്ടായ സംഘർഷങ്ങൾക്കിടയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി S ജയശങ്കറും ഇറാനിയൻ നേതൃത്വവുമായി നിരന്തരം ചർച്ചകൾ നടത്തി വരുന്നുണ്ട്. അടുത്തിടെ ബ്രിക്സ് സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പ്രധാനമന്ത്രിയെയും വിദേശകാര്യമന്ത്രിയെയും നേരിൽ കണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ഇറാനിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ വിയോഗ സമയത്ത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഉന്നതതല സംഘത്തെ അയച്ചിരുന്നു. കൂടാതെ പ്രസിഡന്റ് മസൂദ് പെസുഷ്കിയന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഇന്ത്യയുടെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിലേക്ക് അയൽ രാജ്യങ്ങൾക്കും സഖ്യകക്ഷികൾക്കും പുറമെ റഷ്യ, ചൈന തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളിലെ പ്രതിനിധികളെയും ഇറാൻ ക്ഷണിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് കരുതുന്ന ഈ ചടങ്ങുകൾ ഇറാനിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ നിർണായകമാണ് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല, ലോകരാജ്യങ്ങൾക്കിടയിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾ ഇതിലൂടെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രത്തിന്റെ ഉദാഹരണമാണ് ഈ സംഭവങ്ങളെല്ലാം എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.